അമ്മയുടെ കയ്യിൽ തൂങ്ങി സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ 5 വയസ്സുകാരി. ആ കുസൃതിക്കുടുക്കയെ കണ്ട് സംവിധായകൻ ചോദിച്ചു, പോപ്പിക്കുടയുടെ പരസ്യമുണ്ട്, അഭിനയിക്കാമോ? അന്നാണ് മിനി സ്ക്രീനിന്റെ പൊന്മകൾ മേഘ്ന വിൻസെന്റ് ആദ്യമായി ക്യാമറയിൽ പതിയുന്നത്. ആ പെൺകുട്ടി വളർന്നു. മലയാളം തമിഴ് സീരിയലുകളിലൂടെ അവൾ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു. ചന്ദനമഴയിലെ അമൃത, ദൈവം തന്ന വീടിലെ സീത, പൊന്മകൾ വന്താലിലെ രോഹിണി, മിസിസ് ഹിറ്റ്ലറിലെ ജ്യോതി, ഹൃദയത്തിലെ ദേവിക. ഭാഷാവ്യത്യാസമില്ലാതെ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന മേഘ്ന ഇപ്പോൾ യൂട്യൂബ് ചാനലിലും സജീവമാണ്. അഭിനയം, നൃത്തം, യൂട്യൂബ് ചാനൽ, കൃഷി എന്നിവയിലൂടെ മനസ്സിലെ മുറിവുകൾ ഉണക്കി ജീവിതത്തെ തളിരണിയിക്കുന്ന മേഘ്നയുടെ വിശേഷങ്ങൾ. സീരിയലിലേക്ക് വന്നതിനെപ്പറ്റി മേഘ്ന പറയുന്നത് ഇങ്ങനെ: എൻ്റെ ചെറുപ്പത്തിൽ അമ്മ നിമ്മി ഒരു മീഡിയ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മ വഴിയാണ് ഞാൻ പോപ്പിക്കുടയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത്. തുടർന്നും പരസ്യചിത്രങ്ങളുടെ ഭാഗമായി. സീരിയൽ മോഹൻലാൽ എടുക്കുമ്പോഴേക്കും അവസരവും തേടിയെത്തി. 2010 സ്വാമിയെ ശരണമയ്യപ്പ എന്ന മലയാള ഭക്തി പരമ്പരയിലൂടെയായിരുന്നു തുടക്കം. പിന്നീട് മോഹക്കടൽ, ഇന്ദിര, ഓട്ടോഗ്രാഫ് എന്നിവയിലും അഭിനയിച്ചു. എന്നാൽ കരിയർ ബ്രേക്ക് ആയത് ചന്ദ്രമഴയാണ്. മഞ്ച് സ്റ്റാർസ് റിയാലിറ്റി ഷോയിലൂടെയാണ് തമിഴ് സീരിയലുകളിലേക്ക് കടക്കുന്നത്. തമിഴ് ചാനൽ സ്റ്റാർ വിജയിൽ അപ്പോൾ ദൈവം തന്ന വീട് എന്ന മെഗാ പരമ്പര സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ ചേച്ചിയായിരുന്നു അതിലെ നായിക. ചേച്ചിക്ക് സുഖമില്ലാതായതിനു ശേഷം കഥാപാത്രം ചെയ്യാൻ പകരക്കാരിയെ നോക്കുകയായിരുന്നു. മുഖസാദൃശ്യമുള്ളതിനാൽ പ്രൊഡ്യൂസറോട് എന്നെ നിർദ്ദേശിക്കുന്നത് സുധാമാമാണ്. തമിഴ്നാട്ടിൽ ആ സീരിയൽ വൻ ഹിറ്റായി. അതിൻ്റെ മലയാളം പതിപ്പായിരുന്നു ചന്ദനമഴ. അതിവിടെയും വലിയ ഹിറ്റായി. റേറ്റിംഗിലും മുൻപിലായിരുന്നു. ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ പൊന്മകൾ വന്താൽ എന്ന മെഗാ സീരിയലിലും ചെയ്തു. ഇതിനിടയിൽ സംഭവിച്ച വിവാഹമോചനം താരത്തെ വളരെ തളർത്തിയെങ്കിലും പിന്നീട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം സീരിയലിലേക്ക് തിരിച്ചെത്തി.